ഇവൾ പ്രാർത്ഥിക്കുന്നതൊക്കെ നടന്ന എന്റെ ഗൗരിമോളുടെ ജീവിതം തകർന്നു പോവും. ഗൗരിമോൾക്ക് അമ്മയില്ലാതാവും. ഇവൾക്കിപ്പോ ഒരു കുഴപ്പമില്ലല്ലോ. ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ച പോലെ ദൈവമേ, ഈ അമ്മയുടെ ദുഃഖം കൂടി അവിടുന്ന് കാണണേ. സമ്പ്രദം ആഗ്രഹിക്കുന്ന എന്തായാലും അത് നടത്തി കൊടുക്കണം. എന്റെ ജീവിതം പിന്നെ എങ്ങനെയായാലും എനിക്കതൊരു പ്രശ്നമല്ല. ഓർമ്മ തിരിച്ചു കിട്ടുമ്പോൾ സമ്പ്രദം എങ്ങനെ പ്രതികരിക്കും എന്നൊന്നും എനിക്കറിയില്ല. എന്നാലും സമ്പ്രദയുടെ ഓർമ്മ തിരിച്ചു കൊടുത്ത് അവളെ അനുഗ്രഹിക്കണം. പക്ഷേ എനിക്കും ഗൗരി മോൾക്കും അവളെ ഒരിക്കലും നഷ്ടപ്പെടരുത്. അത് താങ്ങാൻ മോക്കും എനിക്കും പറ്റില്ല. എന്റെ ഗൗരിമോളോടും ഗോകുലിനോടും ഒപ്പം സന്തോഷമായി ജീവിക്കാം. ഹലോ സ്വാമിജി. എന്താ മോളെ, സുഖമില്ലേ? ശബ്ദമല്ലാതിരിക്കുന്നല്ലോ. അത് പിന്നെ ചെറിയൊരു പനിയുണ്ട് സ്വാമിജി. ചെറുതാണെങ്കിൽ പനി സൂക്ഷിക്കണം. ഡോക്ടറെ കണ്ടില്ലേ? അത്രയ്ക്കൊന്നുമില്ല, ടാബ്ലറ്റ് കഴിച്ചു. പിന്നെ എന്റെ ഒരു ഫ്രണ്ട് വന്നു, ചുക്കാപ്പിയൊക്കെ ഇട്ട് തന്നു. ഇപ്പൊ നല്ല ആശ്വാസമുണ്ട്. അപ്പോ ഫ്രണ്ടിന് വണ്ടി ഓടിക്കാൻ മാത്രമല്ല ചുക്ക് കാപ്പി ഉണ്ടാക്കി തരാനും അറിയാം അല്ലേ? മോളെപ്പോഴാ ആശ്രമത്തിലേക്ക് വരുന്നത്? ഉടനെ വരാം സ്വാമിജി. നിന്റെ ശത്രുവിനെ ഇനിയും ഞാനിവിടെ ആവാഹിച്ചു വരുത്തുന്നുണ്ട്. അത് കാണാൻ നീയും കൂടെ ഇവിടെ ഉള്ളതാ നല്ലത്. പനിയൊന്ന് മാറിയിട്ട് ഞാൻ വരാം സ്വാമിജി. ആരോഗ്യമാണ് പ്രധാനം, അതെപ്പോഴും സൂക്ഷിക്കണം. വെക്കട്ടെ മോളെ? ശരി. സച്ചിയെ കുറിച്ച് സ്വാമിജിക്ക് എന്തെങ്കിലും തെറ്റിദ്ധാരണയുണ്ടോ? അതിപ്പോഴത്തെ പേരല്ലേ? യഥാർത്ഥ പേരാണ് ഇവിടെ ചേർക്കേണ്ടത്, അതായത് പൂർവാശ്രമത്തിലെ പേര്. ഇയാളൊരു വല്ലാത്ത സ്വാമിജിയാണല്ലോ. ആ വക്കീല് പറഞ്ഞു കൊടുത്തതാണോ അതോ ഇയാൾ സ്വയം മനസ്സിലാക്കി ചോദിക്കുന്നതാണോ? പൂർവാശ്രമത്തിലെ പേരെന്താണോ അതാണ് രജിസ്റ്ററിൽ ചേർക്കേണ്ടത്. അതെ, സമ്പ്രദ അങ്ങനെയാ പേര്. ഗോകുൽ, ഗുരുജി പറഞ്ഞതാ ശരി. കല്യാണം കഴിഞ്ഞതിന് ശേഷമല്ലേ ഞാൻ സമൃദ്ധയായത്. അതിനു മുമ്പ് ഓർഫണേജിൽ എന്തായിരുന്നു എന്റെ പേര്? അവിടെയും സമ്പ്രദ തന്നെയായിരുന്നു. പേരിലൊന്നും ഒരു അർത്ഥവും ഇല്ല, ആത്മാവ് മാത്രമേ സത്യമായിട്ടുള്ളൂ. പേരും അഡ്രസ് എഴുതി കൊടുത്തിട്ട് ഓഫീസിലേക്ക് വന്നോളൂ. ശരി ഗുരുജി. ഈശ്വര, ഇയാൾ എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരുമോ? എഴുതിക്കോ സമ്പ്രദ. സച്ചി വരുന്നു എന്റെ കൂടെ. എങ്ങോട്ട്? നാളെ ഞാൻ ആശ്രമത്തിലേക്ക് പോകുമ്പോ എന്റെ കൂടെ വരുന്നു എന്ന്. 2 ദിവസം നമുക്ക് അവിടെ ആശ്രമത്തിൽ താമസിക്കാം. എന്തിന്? നമുക്ക് ചിത്രപൗർണമി ഉത്സവം കൂടാം. എന്താ, സച്ചിക്ക് അങ്ങനത്തെ ഉത്സവങ്ങളൊന്നും ഇഷ്ടല്ലേ? എന്റെ ജീവിതത്തിലെ ഉത്സവങ്ങളൊക്കെ തിരിച്ചു വരണമെങ്കിൽ എന്റെ അർച്ചനയും മോളും തിരിച്ചു വരണം. അവർ രണ്ടുപേരും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഞങ്ങൾ എല്ലാരും കൂടി ആശ്രമത്തിലേക്ക് വരും. സച്ചി, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ ശിവാനന്ദ ആശ്രമത്തിലെ ശിവപാർവതി ക്ഷേത്രത്തെ കുറിച്ച്?
സച്ചി അവിടെ വന്ന് ക്ഷേത്രത്തിൽ മനസ്സൊരുക്കി ഒരു വട്ടം പ്രാർത്ഥിച്ചു നോക്ക്. അർച്ചനയും കുഞ്ഞിനെയും ആ നിമിഷം ഭഗവാൻ കൺമുന്നിൽ കൊണ്ടുവന്ന് തരും. അത്രയ്ക്ക് ശക്തിയുള്ള ക്ഷേത്ര. ഉറപ്പാണോ? എങ്കിൽ ഞാൻ വരാം. അങ്ങനെ ഒരുപാട് പ്രയാസപ്പെട്ട് എനിക്ക് വേണ്ടി വരണമെന്നില്ല. സച്ചിക്ക് അവരെ തിരിച്ചു കിട്ടണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വന്നാ മതി. ആ പ്രാർത്ഥന ഫലം ചെയ്യുന്ന കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും ഇല്ല. വെറുതെ തമാശ പറഞ്ഞല്ല, ഞാൻ വരാം. എനിക്കവിടെ പ്രാർത്ഥിക്കണം. മഹാദേവനും പാർവതിയും ചേർന്ന് എന്റെ അർച്ചനയും കുഞ്ഞിനെ എനിക്ക് തിരിച്ചു തരുമെങ്കിൽ ഞാനിവിടെ സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കും. പ്രാർത്ഥിക്കുന്ന കാര്യം മാത്രമല്ല, ഗൂഗിൾ സാറും ഭാര്യ അവിടെ ഉണ്ടല്ലോ, നമുക്ക് അവരെയും കൂടെ കാണാം. പിന്നെ അത് എന്റെ വീടല്ലേ. സച്ചി അവിടെ വന്ന് 1-2 ദിവസം താമസിക്കുന്നത് എനിക്ക് സന്തോഷം. ഇനി മാറ്റമില്ല, നമ്മൾ നാളെ പോകുന്നു. വക്കീലിന്റെ ഗോഡ്ഫാദറായ യോഗിയെ കണ്ട് എനിക്ക് അനുഗ്രഹം വാങ്ങണം. അദ്ദേഹം സച്ചിയെക്കുറിച്ച് എന്നോട് ചോദിച്ചിരുന്നു. ആണോ? എന്നിട്ടെന്താ? ഒന്നുമില്ല. സ്വാമിജിയുടെ ട്രീറ്റ്മെന്റിൽ ഗൂഗിൾ സാറിന്റെ ഭാര്യ ഓക്കെ ആവുമല്ലോ അല്ലേ? ഇന്ന് വരെ സ്വാമിജിയുടെ ഒരു ട്രീറ്റ്മെന്റും ഫലിക്കാതിരുന്നിട്ടില്ല. തീർച്ചയായും അവർക്ക് ഓർമ്മ തിരിച്ചു കിട്ടും. അങ്ങനെയാണെങ്കിൽ എനിക്കെന്റെ അർച്ചനയും തിരിച്ചു കിട്ടുമല്ലേ? എന്താ സംശയം? അർദ്ധനാരീശ്വരന്റെ മുമ്പിൽ പ്രാർത്ഥിച്ചാ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല. അപ്പൊ നമ്മള് നാളെ ഒരുമിച്ച് പോകുന്നു അല്ലേ? പിന്നല്ലാതെ. ഇനി അതില് ഒരു മാറ്റവും ഇല്ല.